ടാറ്റ കർവിന്റെ എക്സ്റ്റീരിയർ ഓൾറെഡി ടാറ്റ റിവീൽ ചെയ്തതാണ്. സെഗ്മെന്റ് ഫസ്റ്റ് പവർഡ് ആൻഡ് ജസ്റ്റർ കൺട്രോൾഡ് ടെയിൽ ഗേറ്റ്, പനോറമിക് സൺറൂഫ്, ഡ്യുവൽ ടോൺ 18 ഇഞ്ച് അലോയ് വീൽസ്, 17 ഇഞ്ചും വേരിയൻസിന് അനുസരിച്ച് വരുമെന്ന് അറിയുന്നത്. LED ടെയിൽ ലൈറ്റ്സ്, കണക്റ്റഡ് LED DRLs, ഹൊറിസോണ്ടൽ സ്റ്റാക്ഡ് LED ഹെഡ് ലൈറ്റ്സ്, ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽ XUV700 പോലെ. കൂപ്പ ആയതുകൊണ്ട് തന്നെ സ്ലോപ്പിംഗ് കൂപ്പെ റൂഫ് ലൈൻ ആണ്. പിന്നെ ഷാർക്ക് ഫിൻ ആന്റിനെ കൂടിയുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഇതുവരെ ലീക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്കുള്ളൂ. അതിൽ നമ്മൾ നോക്കുമ്പോൾ സിമിലർ ടു ടാറ്റയുടെ പുതിയ ഹാരിയറും സഫാരിയുടെ ഇന്റീരിയേഴ്സിന് സിമിലർ ആണ്. 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. 10.2 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. ടച്ച് കൺട്രോൾസ് ആണ്. AC ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്, റോട്ടറി ഡയൽ ആൻഡ് ഡ്രൈവ് മോഡ്സിന് വേണ്ടിയിട്ട് 360 ക്യാമറ പ്രൊവൈഡഡ് ആണ്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് അവൈലബിൾ ആണ്. വയർലെസ് ചാർജറും പവർ ഡ്രൈവർ സീറ്റും അവൈലബിൾ ആണ്. സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ ഭാരത് NCAPയിൽ ഓൾറെഡി 5 സ്റ്റാർ റേറ്റഡ് ആണ് കർവ്. ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ആണ്. ഹാരിയറും സഫാരിയും പോലെ തന്നെ ഹാരിയറിലും സഫാരിയിലുമുള്ള ഓട്ടോണമസ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സും നമുക്കിതിൽ